മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ഇത് അനേകായിരങ്ങൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. കർത്താവ് നമ്മെ വ്യക്തമായി കാണുന്നുണ്ട്. മാതാവ് നമ്മെ വ്യക്തമായി അറിയുന്നുണ്ട്. മാതാവിൻ്റെ കോടി അർച്ചനയിലേക്കുള്ള യാഗപുഷ്പങ്ങളാണ് ഈ തിരുവചനത്തിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വദൈവ മക്കളുമെന്ന് മാതാവിന് വളരെ നന്നായിട്ടറിയാം. മകളെ, നമുക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ ആത്മീയ പോരാട്ടത്തിന്, സഹനത്തിന് നമ്മെ വിട്ടുകൊടുക്കുന്നത്. ദൈവത്തിന് സഹനത്തിന് നമ്മെ വിട്ടുകൊടുക്കുന്നത് ദൈവത്തിന് നമ്മെ അറിയാനല്ല, മറിച്ച് നാം ആരാണെന്ന് നമുക്ക് തന്നെ അറിയുന്നതിനാണ്. ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് വളരാൻ കൊതിക്കുന്ന എല്ലാ മക്കളും, പ്രയർ ലൈനിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കൈക്കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധന്മാർ വരെയും, സഹനപ്പൂക്കളും, അതുപോലെ തന്നെ പ്രത്യേകമായി ഇഗ്നൈറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, ധ്യാനത്തിൽ സംബന്ധിച്ചു പോയ എല്ലാ മക്കളെയും ഇതാ അമ്മയുടെ സമർപ്പണത്തിലേക്ക്, വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വചനം കേൾക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം. യേശു പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. ഇന്ന് മാതാവിൻ്റെ 5-ാമത്തെ വ്യാകുലം. എന്താണ് 5-ാമത്തെ വ്യാകുലം? ഈശോയുടെ കുരിശുമരണം. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈശോ കുരിശിലേറി മരിച്ചത്. രോഗതകർച്ച, ശാപങ്ങൾ, പാപങ്ങൾ, ക്ഷുദ്രപ്രയോഗങ്ങൾ ഇവയെല്ലാം ബഹിഷ്കരിച്ച് മനുഷ്യന് സ്വസ്ഥതയും രക്ഷയും അനുഭവവേദ്യമാക്കുകയാണ് കുരിശു മരണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കുരിശിൻ്റെ ചുവട്ടിലാണ്. ഇപ്പോൾ നമ്മൾ കുരിശിലേക്ക്, നിന്റെ ഭവനത്തിലിരിക്കുന്ന കുരിശിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കുക. നമ്മൾ തോറ്റുപോയവരാണെങ്കിലും ദൈവം നമുക്ക് വിജയം സമ്മാനിക്കുകയാണ്. ഇതാ, നമുക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കാം. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ ജീവിത പ്രയാസങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നീട്ടിപ്പിടിക്കാം. കുരിശിലേക്ക് നീട്ടിപ്പിടിക്കാം. കുരിശിന്നൊഴുകുന്ന വെള്ളവും ജലവും ലൊങ്ക്യൂനസിൻ്റെ കണ്ണുകൾക്ക് സൗഖ്യം നൽകിയതുപോലെ നമുക്ക് സൗഖ്യം നൽകട്ടെ. കുരിശിന് ചുവട്ടി നിൽക്കുന്ന എല്ലാവരെയും കർത്താവെ ഈ സമയം സുഖപ്പെടുത്തണമേ. ഏതെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ നിയോഗങ്ങൾ ഫലം അണിയട്ടെ. ധനികരും അതുപോലെ തന്നെ ദരിദ്രരും, രോഗികളും ആരോഗ്യമുള്ളവരും എല്ലാവരും ഇതാ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കരം നീട്ടിക്കൊണ്ട് യേശുവേ എന്ന് നാമം വിളിക്കുക. മനസ്സിൻ്റെ മുറിവുകളിലേക്ക്, ആത്മീയ തകർച്ചകളിലേക്ക് ഈശോ കടന്നു വരട്ടെ. കുരിശിൽ നിന്ന് രക്ഷയും വിടുതലും സൗഖ്യവും നമുക്കെല്ലാവർക്കും, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതാ ഈശോയും മാതാവും നിന്റെ വീട്ടിൽ, ഹൃദയത്തിൽ ഇതാ വന്ന് നിൽക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.